ഹലോ, നമുക്കൊരു നല്ല തിക്ക് ഗ്രേവിയിൽ ഒരു കടലക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് 2 ഗ്ലാസ് കടല 8 മണിക്കൂർ കുതിർത്തി സവോളയും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് വേവിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കറിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, ഒരു തക്കാളി. പിന്നെ പൊടികളായിട്ട് നമ്മൾ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചൂടാറിയതിന് ശേഷം വേവിച്ച കടലയും വെള്ളവും 1 തക്കാളിയും ചേർത്ത് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാനൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് അതിനെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ട പിടിച്ചാണ് ഇരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വഴണ്ട് ചെറിയൊരു പാകമാകുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് ഒന്നും കൂടെ വഴറ്റാം. ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. 30 മുതൽ 40 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്കതിവിടെ നന്നായിട്ട് വഴണ്ട് പച്ചമണമെല്ലാം മാറി കിട്ടും. അതിനുശേഷം ഇതിനകത്തോട്ട് ചിരകിയ തേങ്ങ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കടയിൽ നിന്നൊക്കെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഗ്രേറ്റഡ് കോക്കനട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതും നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിവിടെ റെഡിയായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി കടല പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുക്കണം. കാരണം തക്കാളി നമ്മൾ പച്ചത്തക്കാളിയാണ് അടിച്ച് ചേർത്തേക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തിക്നെസ് കുറച്ച് കൂടുതലാണെന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചൂടുവെള്ളം ആഡ് ചെയ്ത് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലപോലെ വെന്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കടല ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളമൊന്ന് വറ്റിച്ചെടുക്കണം. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഗ്രേവിയുടെ കൺസിസ്റ്റൻസിയിൽ മാറ്റം വരുത്താവുന്നതാണ്. അങ്ങനെ ഒന്ന് വറ്റിച്ച് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിലേക്ക് കടലക്കറി ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കറി നമുക്ക് പുട്ടിൻ്റെയോ ചോറിൻ്റെയോ കൂടെ കഴിക്കാവുന്നതാണ്. നിങ്ങളും ഇതുപോലെ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.